നിങ്ങൾ അറിഞ്ഞോ, പുടിൻ ഇലക്ഷനിൽ തോറ്റു. റഷ്യയിൽ ഇലക്ഷൻ നടന്നോ, എന്നിട്ട് പുടിൻ തോറ്റോ? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇലക്ഷൻ നടന്നത് ഹംഗറിയിൽ, തോറ്റത് വിക്ടർ ഓർബാൻ. പക്ഷെ കൂടെ പരാജയപ്പെട്ടത് നമ്മളെ പുടിൻ. എന്താ സംഭവം എന്നൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ സെൻട്രൽ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ഹംഗറിയിലെ ഇലക്ഷൻ ഇത്ര ലോക ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള കാരണമെന്ത്, അതൊന്ന് പരിശോധിക്കാം. വിക്ടർ ഓർബാനും അദ്ദേഹത്തിൻ്റെ ഫിഡെസ് പാർട്ടിയുമാണ് ഹംഗറിയിൽ 16 വർഷമായി ഭരണത്തിലുണ്ടായിരുന്നത്. ചില്ലറക്കാരനല്ല കേട്ടോ വിക്ടർ ഓർബാൻ. വെസ്റ്റിലെ റൈറ്റ് വിങ് മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ അപ്പോസ്തലനാണ് ഈ ഓർബാൻ. ഒരുപാട് റൈറ്റ് വിങ് ലീഡേഴ്സ് യൂറോപ്പിലും പുറത്തും ഇലക്ഷനിൽ ഓർബാന് വേണ്ടി സപ്പോർട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഓർബാനൊപ്പം തോളോട് തോൾ ചേർന്നാണ് ഇലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുത്തത്, ക്വൈറ്റ് ലിറ്ററലി. അതുകൊണ്ട് തന്നെ ഓർബാന്റെ പതനം ഗ്ലോബൽ റൈറ്റ് വിങ് മൂവ്മെൻറ്റിനേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് എന്നാണ് ചിലർ വിലയിരുത്തുന്നത്. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതോടുകൂടി ലെഫ്റ്റ് ലിബറലുകൾക്ക് ഒരു ആഘോഷരാവായിരുന്നു. എന്നാൽ ഹംഗറി മൊത്തം അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയി എന്നൊന്നും ഈ ഇലക്ഷൻ ഫലം കൊണ്ട് നമുക്ക് പറയാനാകില്ല. ഇതൊരു ലിബറൽ വിക്ടറി ആയിട്ടും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഓർബാനെ തോൽപ്പിച്ച ആളൊരു സെൻറ്റർ റൈറ്റ് കൺസർവേറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അല്ലോ രാഹുൽ ഈശ്വർ, നിങ്ങളല്ല വേറൊരു തൊരപ്പുണ്ട്. അദ്ദേഹം പീറ്റർ മാഗ്യർ ആക്ച്വലി പണ്ട് ഓർബാൻ്റെ പാർട്ടി തന്നെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. എന്നിട്ട് പിന്നെ തെറ്റിപ്പിരിഞ്ഞ് പോയതാണ്. മാഗ്യറിൻ്റെ പോളിസീസൊക്കെ കുറേ റൈറ്റ് ലീനിങ് തന്നെയാണ്, ഓർബാനെ പോലെ തന്നെ. ഫോർ എക്സാമ്പിൾ, ഇമിഗ്രേഷനിൽ നല്ല ടഫ് സ്റ്റാൻസാണ് ഇദ്ദേഹത്തിനും ഉള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഫാമിലി കൺസർവേറ്റിസം, അബോർഷൻ ലോസൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വാദിക്കുന്ന ആളാണ്. ട്രഡീഷണൽ ഫാമിലി വാല്യൂസ് ഉൾക്കൊള്ളണം. പിന്നെ വല്ലാണ്ട് പ്രോ LGBTQ ആയിട്ടും ഒരു സ്റ്റാൻസ് ഒന്നും അദ്ദേഹം എടുക്കാറില്ല. റൈറ്റ് ലെഫ്റ്റ് ഐഡിയോളജിയെക്കാളും കോസ്റ്റ് ഓഫ് ലിവിങ്, കറപ്ഷൻ മുതലായ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പൊറുതിമുട്ടിയാണ് ഹംഗേറിയൻസ് ഓർബാനെ പുറത്താക്കിയത്. പക്ഷെ മാഗ്യാറും ഓർബാനും വ്യത്യസ്തരാകുന്നത് അവർക്ക് റഷ്യയോടുള്ള ആ ഒരു സമീപനത്തിലാണ്. ഓർബാൻ എന്ന് വെച്ചാൽ പുടിൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു. ഐ വിൽ ബി എ മൗസ് ടു ദ റഷ്യൻ ലയൺ, ഐ വിൽ ബി അറ്റ് യുവർ സർവീസ് എന്നുവരെ പുടിനോട് പറഞ്ഞ ആളാണ് ഓർബാൻ. പറയുക മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലെ റഷ്യയുടെ വീറ്റോ പവറായിരുന്നു ശരിക്കും ഓർബാൻ. ഒരു 90 ബില്യൺ യൂറോസ് യുക്രൈനു വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ എയ്ഡായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചപ്പം അത് ബ്ലോക്ക് ചെയ്തത് ഓർബാനായിരുന്നു. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ പലപ്പോഴും റഷ്യൻ്റെ മേലെ സാങ്ഷൻസ് ഏർപ്പെടുത്താൻ നോക്കിയപ്പോഴും അത് ഡിലേ ചെയ്തതും ഓർബാന്റെ നേതൃത്വത്തിലുള്ള ഹംഗറി ആയിരുന്നു. നേറ്റോ ഹാസ് നോ ബിസിനസ് ഇൻ യുക്രൈൻ എന്ന പൊസിഷനാണ് ഓർബാൻ എടുത്തിരുന്നത്. ചുരുക്കി പറഞ്ഞ, പുടിൻ സാർ പറയും, ഓർബാൻ കേൾക്കും എന്ന സ്ഥിതിയായിരുന്നു. പക്ഷേ ഇതൊന്നും ഹംഗേറിയൻസിന് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇലക്ഷൻ സമയത്ത് ഹംഗേറിയൻ തെരുവുകളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങളിൽ വൺ ഓഫ് ദ ലൗഡസ്റ്റ് വാസ് റഷ്യൻസ് ഗോ ഹോം. ഇവിടെയാണ് വീണ്ടും ഹംഗേറിയൻ ഇലക്ഷൻസിന് ഒരു ആഗോള മാനം കൈവരുന്നത്. മാഗ്യാർ എന്ന് വെച്ചാൽ യുക്രൈൻ്റെ ഒരു സ്റ്റോഞ്ച് സപ്പോർട്ടറാണ്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാഗ്യാർ പറഞ്ഞത് ഓർബാനോട് ഭരണം കൈമാറ്റം നടത്തുന്നതിന് മുന്നേ തന്നെ ആ 90 ബില്യൺ യൂറോസ് റിലീസ് ചെയ്യണം എന്നാണ്. യുക്രൈനും സെലൻസ്കിക്കും എന്തായാലും ഈ ഇലക്ഷൻ റിസൾട്ട് പോസിറ്റീവാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കിട്ടാനുള്ള എയ്ഡ് കിട്ടും. പിന്നെ റഷ്യൻ്റെ മേലെ സാങ്ഷൻസ് EUവിന് ഫാസ്റ്ററായിട്ട് ഏർപ്പെടുത്താനാവും. റഷ്യ ഇപ്പോൾ പറയുന്നത്, ഹംഗറി പോയാൽ ഞങ്ങൾക്ക് പുല്ലാണ്, ഓർബാൻ നമ്മളെ വലിയ ദോസ്തൊന്നും അല്ലേനും എന്നാണ്. കിട്ടാത്ത മുന്തിരി പിന്നെ പൊളിക്കുമല്ലോ. ഹംഗറിയിലൂടെയുള്ള റഷ്യയുടെ വീറ്റോ പവർ അസ്തമിക്കുന്നതോടെ യൂറോപ്യൻ യൂണിയൻ യുണൈറ്റ് ചെയ്ത് യുക്രൈൻ വാറിനൊരു അന്ത്യം കാണുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്.